കേന്ദ്രത്തോട് കൂടുതൽ വൈദ്യുതി വിഹിതം ആവശ്യപ്പെട്ട് കേരളം ഒരു വർഷത്തേക്ക് 262 മെഗാവാട്ട് വൈദ്യുതി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് KCB ചെയർമാൻ MG രാജമാണിക്യം കേന്ദ്ര ഊർജ്ജ മന്ത്രിയെ കണ്ടു. 500 മെഗാവാട്ടുടെ കോൾ അലൊക്കേഷൻ ഉണ്ട്. ഈ കോൾ അലൊക്കേഷൻ സമയപരിധി ആക്ച്വലി കഴിഞ്ഞിരിക്കുക. നമ്മൾ കഴിഞ്ഞ വർഷം ടെൻഡർ വിളിച്ചപ്പോൾ കോൾ അലൊക്കേഷനിലിരുന്ന് എടുക്കാനുള്ള 500 മെഗാവാട്ട് പവർ കോൾ അലൊക്കേഷൻ നമുക്കുണ്ട്. അപ്പോൾ മറ്റ് ഏജൻസിയുമായിട്ട് ചേർന്നുകൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ കോൾ അലൊക്കേഷൻ ഇനിയും കൂടി ഒരു വർഷത്തേക്ക് നീട്ടി കിട്ടണം എന്നുള്ള ആവശ്യം വച്ചിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഒരു 262 മെഗാവാട്ട് ജൂൺ വരെ ഉണ്ടായിരുന്നു. അത് ഒരു 3 മാസം കൂടി ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ നീട്ടി കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ച അത് നീട്ടി കിട്ടിയായിരുന്നു. ഇനി അടുത്ത ജൂൺ വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് വച്ചിട്ടുണ്ട്. ഒരു പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി ചെന്നത്. പ്രശാന്ത്, കേന്ദ്രത്തോട് കൂടുതൽ വൈദ്യുതി വിഹിതം ആവശ്യപ്പെടേണ്ടി വരുന്ന ഒരു അടിയന്തര സാഹചര്യത്തിലൂടെയാണല്ലോ സംസ്ഥാനത്തെ KCB കടന്നു പോകുന്നത്. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പ്രതികരണമുണ്ടായി? കേന്ദ്രത്തിൽ നിന്ന് അധിക വൈദ്യുതി വിഹിതത്തിനുള്ള എന്തൊക്കെ സാധ്യതകളാണ് പ്രായോഗികമായി നിലനിൽക്കുന്നത്? രതീഷ്, നമുക്കറിയാം ഓരോ ദിവസവും KCBയുടെ അറിയിപ്പ് വരുമ്പോൾ 300 മെഗാവാട്ടിൻ്റെയൊക്കെ ഒരു ഷോർട്ടേജിൻ്റെ അറിയിപ്പാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് എല്ലാ ദിവസവും വരുന്നത്. അതുകൊണ്ട് തന്നെ 262 മെഗാവാട്ട് വൈദ്യുതി അധികമായി കേന്ദ്ര പൂളിൽ നിന്ന് നൽകണമെന്ന ആവശ്യമാണ് KCB ചെയർമാൻ MG രാജമാണിക്യം കേന്ദ്ര ഊർജ്ജ വകുപ്പ് മന്ത്രിയെ കണ്ട് കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടത്. ഇതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മറ്റൊരു ആവശ്യമായി ഉന്നയിച്ചത് 500 മെഗാവാട്ടിൻ്റെ കൽക്കരി ഊർജ്ജം അത് കേരളത്തിന് കേന്ദ്ര പദ്ധതിയിലൂടെ ലഭിച്ചതാണ്. അതിൻ്റെ കാലാവധി അവസാനിച്ചു. ഈ കാലാവധിക്കുള്ളിൽ ഇത് ടെൻഡർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതായത് ആ നിരക്ക് സംബന്ധിച്ച ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഒരു വർഷത്തേക്ക് കൂടി ഈ 500 മെഗാവാട്ടിൻ്റെ കൽക്കരി ഊർജ്ജം ലഭിക്കുന്നതിന് വേണ്ട നടപടി നീട്ടിക്കിട്ടണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. 262 മെഗാവാട്ട് കേന്ദ്ര പൂളിൽ നിന്നുള്ള വൈദ്യുതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വർഷത്തേക്കാണ്. കേരളത്തിൻ്റെ ഇപ്പോഴുള്ള ഊർജ്ജ പ്രതിസന്ധിക്ക് ഒരു പരിഹാരത്തിന് കൂടി വേണ്ടിയാണ് KCB ചെയർമാൻ കേന്ദ്ര ഊർജ്ജ വകുപ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്തായാലും ഇതിനോടൊപ്പം തന്നെ 465 മെഗാവാട്ട് കുറഞ്ഞ നിരക്കിൽ 3 രൂപ 25 പൈസയ്ക്കും 4 രൂപ 65 പൈസയ്ക്കെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏർപ്പെട്ട ആ കരാർ പ്രകാരം വൈദ്യുതി ലഭിച്ചുകൊണ്ടിരുന്നു. 25 വർഷത്തേക്ക് ലഭിച്ചിരുന്ന ആ കരാർ നടപടിക്രമങ്ങളിലെ വീഴ്ചയുടെ പേരിലാണ് അത് റെഗുലേറ്ററി കമ്മീഷനിൽ റദ്ദാക്കിയത്. അത് പിന്നീട് അപ്പലേറ്റ് ട്രിബ്യൂണലിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പോയെങ്കിലും അപ്പലേറ്റ് ട്രിബ്യൂണലും അത് റദ്ദാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് കേരളം സമീപിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കൂടിയാണ് KCB ചെയർമാൻ ഡൽഹിയിലെത്തിയത്.